30കളിൽ ഈ തളർച്ച ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ 10 കൊല്ലത്തെ കണക്കെടുത്താൽ ഒരു 5% കുറഞ്ഞിട്ടുണ്ടാവും. അടുത്ത 10 വീണ്ടും 5% ഉണ്ടാവും. അങ്ങനെ കുറഞ്ഞ് ഒരു 40 ആകുമ്പോഴേക്കും 10% കുറഞ്ഞു. 50% ഉണ്ടായിരുന്ന മസിൽ 40ആയി. പിന്നത്തെ ഒരു 50-60 പെട്ടെന്ന് കുറയും, കുറച്ചും കൂടി സ്പീഡിൽ കുറയും. നമ്മൾ വീണ്ടും വാർദ്ധക്യത്തിൽ ആരംഭിച്ചു, മധ്യവയസ്സ് ആരംഭിച്ചു, നമ്മൾ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ മസിൽ 30ലേക്ക് എത്തി. പിന്നെ ഒരു ഇപ്പോൾ സെർട്ടൈൻ ലെവൽ കഴിഞ്ഞാൽ ഡിസേബിലിറ്റി നമ്മുടെ മസിൽ തീരെ വീക്കായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 25% ആയിരുന്നു നമ്മൾ 50 എത്തി. 50യിൽ നിന്ന് നമ്മൾ വാർദ്ധക്യത്തിലോട്ട് പോകുന്നതോറും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോട്ട് കൂടുതൽ എടുക്കുന്നതോറും നമ്മുടെ മസിലിന്റെ ഡീഗ്രോത്ത് ആരംഭിക്കുകയാണ്. ഇത് ഒരു നേച്ചുറൽ പ്രോസസ്സാണ്. ഇതൊരിക്കലും ഒരു അസുഖമല്ല. ശാസ്ത്രം ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത് സർക്കോപീനിയ എന്നാണ്. ഈ സ്കെൽറ്റൽ മസിലിന്റെ ഡീഗ്രോത്ത് ആണ് നമ്മൾക്കുണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളുടെ എല്ലാത്തിനും പ്രധാന കാരണം. നമ്മൾ പറയുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ജോയിന്റ് പെയിൻ, ഇതൊക്കെയാണ് നമ്മൾക്ക് വാർദ്ധക്യത്തിലേക്ക് നമ്മളെ കാത്തിരിക്കുന്ന അസുഖങ്ങൾ. ഇതിൻ്റെ പ്രധാന കാരണമാണ് ഈ മസിൽ ഡീഗ്രോത്ത്. അപ്പോൾ ഈ മസിൽ ഡീഗ്രോത്ത് ഉള്ളത് കൊണ്ട് വരുമ്പോൾ ആണ് നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളെല്ലാം കുറയുന്നത്. പക്ഷേ നമ്മൾ ഈ മസിൽ ഡീഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ രസകരമായ വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ജനറേഷനാണെങ്കിൽ ഒരു 15 വയസ്സിലും 10 വയസ്സിലൊക്കെ നമ്മുടെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ മെലിഞ്ഞവരായിരിക്കും. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 15 വയസ്സിലുണ്ടായിരുന്നതിൻ്റെ ഒരു 2.5 ഇരട്ടിയോ 3 ഇരട്ടിയോ തൂക്കമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് 40 വയസ്സിലൊക്കെ ഉള്ളത്. മിനിമം 2 ഇരട്ടിയെങ്കിലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും 20 വയസ്സിലുണ്ടായിരുന്നേക്കാളും തൂക്കം, ബോഡി വെയ്റ്റും ബോഡി സൈസും 40-45 ആകുമ്പോഴേക്കും ഒരുപാട് കൂടി ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ നോക്കിയറിയാം, അവർക്കൊരു 20 വയസ്സിലുണ്ടായിരുന്നതിൻ്റെയൊക്കെ ഇരട്ടി വെയിറ്റ് ആയിരിക്കും ചിലപ്പോൾ 50-ലെത്തുമ്പോൾ. ഭയങ്കര ബൾക്കി ആയിട്ടുണ്ടാവും. പക്ഷേ അതേസമയം സയൻസും ബോഡി നേച്ചർ എന്ന് വെച്ചാൽ അവരുടെ മസിൽ മാസ് 10-20% കുറഞ്ഞു, പക്ഷേ അവരുടെ സൈസ് കൂടി. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചാൽ ഫാറ്റ് കൂടി. മസിൽ മാസ് കുറഞ്ഞു, മസിൽ കുറഞ്ഞു, പകരം നമ്മുടെ ശരീരത്തെ ഫാറ്റ് കൂടി. അപ്പോൾ എന്താ സംഭവിച്ചത്? മസിൽ കുറഞ്ഞു എന്നുള്ള ഒരു അപകടം. അതിനേക്കാൾ വലിയ അപകടം